നല്ല ഹെൽത്തി ആയിട്ടുള്ള പഴംപോളി നോക്കിയാലോ. ഏത് പ്രായക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഇത്. ഞങ്ങളുടെ വീട്ടിലുണ്ടായ ഏത്തപ്പഴമാണ്. അത് ഞാൻ ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. ചീനച്ചട്ടിയിൽ നെയ്യ് ഒഴിച്ചിട്ട് ഈ പഴം ഒന്ന് വാട്ടിയെടുക്കാം. വൈകുന്നേരത്തെ സ്നാക്സിന് പറ്റിയ ഒരു റെസിപ്പിയാണിത്. ഇത് നെയ്യിലൊന്ന് വാടി വരുമ്പോൾ ഏലക്കായുടെ പൊടി ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടി ഒന്ന് വാടി വരുമ്പോൾ കുറച്ച് ശർക്കര നീര് ചേർത്ത് കൊടുക്കുക. ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച ശർക്കര നീര്, അതാണ് ഇതിങ്ങനെ കട്ടയായിട്ടിരിക്കുന്നത്. അതും കൂടി ചേർത്ത് അതൊന്ന് വഴന്ന് വരുമ്പോഴേക്കാളും 2 സ്പൂൺ പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കുക. മധുരം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരുപാട് പഴുത്ത പഴം എടുക്കരുത്, അപ്പോൾ ഒരു വേറൊരു ടേസ്റ്റ് ആവും. ഇത് പാകത്തിനൊന്ന് വഴന്ന് വരുമ്പോഴേക്കാളും ഒരു ചെറിയ മുറി തേങ്ങ ഞാൻ ചിരണ്ടിയത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചട്ടിയിൽ നിന്ന് വിട്ടു വരുന്ന പരുവ് പോകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഇതൊന്ന് നമുക്കൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഈ സമയത്ത് കുറച്ച് ഗോതമ്പ് പൊടി എടുത്ത് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. ആ കുഴച്ചു വെച്ച ചപ്പാത്തി മാവ് ഞാൻ ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ആ പഴം വാട്ടിയതും ഞാൻ ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ആ ചപ്പാത്തി മാവ് ഒന്ന് കയ്യിൽ വെച്ച് ഒന്ന് പരത്തിയെടുക്കുക. കയ്യിൽ ജസ്റ്റ് ഒന്ന് എണ്ണയോ നെയ്യോ തടകിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കയ്യിലോട്ട് പിടിക്കും. എന്നിട്ട് ഇത് ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ചിട്ട് മടക്കുക. ബാലൻസ് വരുന്ന ആ ഗോതമ്പിൻ്റെ മാവ് എടുത്ത് മാറ്റുക. ആ ബാലൻസ് വരുന്ന ഗോതമ്പിൻ്റെ മാവ് എടുത്ത് മാറ്റണേ, അല്ലെങ്കിൽ ഭയങ്കര കട്ടിയായിട്ട് തോന്നും. ഒരു പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ പോളിത്തീൻ കവറൊക്കെ എടുക്കത്തില്ലേ, അതൊന്ന് രണ്ടാക്കി മുറിച്ചെടുത്തിട്ട് അതുമേലെ ജസ്റ്റ് ഒന്ന് നെയ്യോ വെളിച്ചെണ്ണയോ ഒന്ന് തടകിയിട്ട് ഈ ബോൾസ്, നമ്മൾ ഉണ്ടാക്കിയ ബോൾസ് അതിനകത്ത് വെച്ച് അത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ കൈകൊണ്ട് ആദ്യം ഒന്ന് പ്രസ് ചെയ്തിട്ട് കൈകൊണ്ടൊന്ന് പരത്തി കൊടുക്കുക. കൈകൊണ്ട് തന്നെ ഒന്ന് വലിച്ച് നീട്ടുമ്പോൾ അത് ശരിയാവും. നല്ല നൈസായിട്ട് തന്നെ അത് നമുക്ക് പരന്ന് കിട്ടുക. കൈകൊണ്ട് ഇങ്ങനെ വലിച്ച് ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ പരന്ന് കിട്ടും. നല്ല നൈസായിരിക്കുമോളെ. ഒരു പാൻ ചൂടാക്കിയിട്ട് ഇത് നമുക്ക് അതിനകത്തോട്ടിട്ട് ചുട്ടെടുക്കാം. എണ്ണയോ നെയ്യോ ഒക്കെ ഉപയോഗിച്ച് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല. വെറുതെ നമ്മൾ സാധാ ചപ്പാത്തി ചുടുന്നത് പോലെ തന്നെയാണ് ഇത് ചുട്ടെടുക്കുന്നത്. ഇവിടെ ചപ്പാത്തിയുടെ മേലെയൊക്കെ ഇങ്ങനെ എണ്ണ ഉണ്ടെങ്കിൽ കയ്യിൽ എണ്ണ ആയെന്നും പറഞ്ഞുകൊണ്ട് തിന്നാണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പഴം വാട്ടിയതിന് മാത്രം നെയ്യിട്ട് വാട്ടിയെന്ന് മാത്രമേ ഉള്ളേ. ഇങ്ങനെ ഗോതമ്പ് പൊടിയൊക്കെ ഉള്ളിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്ന റെസിപ്പീസ് ഉണ്ടാവില്ലേ, അതൊക്കെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി. നല്ല നൈസായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. അതുപോലെ നമ്മൾ ചപ്പാത്തിയുടെ കോലൊക്കെ വെച്ചാണ് പരത്തണമെന്നുണ്ടെങ്കിൽ ആ കോലും മേലെ കൊട്ടിപ്പിടിക്കും. ഇതാവുമ്പോൾ ഇങ്ങനെ ഒട്ടിയൊന്നും പിടിക്കത്തില്ല. അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള പഴം ബോളി റെഡിയായി. നല്ല ലെയർ ആയിട്ടാണ് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നത്. അതേപോലെ തന്നെ നല്ല നൈസുമായിട്ടാണ്. ഒരുപാട് മൊരിച്ചല്ല ഇത് എടുക്കുന്നത്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്നത്, ചപ്പാത്തിയൊക്കെ മൊരിച്ചെടുക്കത്തില്ലേ, അത്രയും മൊരുവേ ഇതിന് പാടുള്ളൂ. ഓൾറെഡി അതിൻ്റെ ഉള്ളിലുള്ളത് വെന്തിരിക്കുകയാണ്. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ അത് നല്ല നൈസായിട്ട് നല്ല പാട പോലെയാണ് അതിൻ്റെ ലെയർ ഇരിക്കുന്നത്, ആ ചപ്പാത്തിയുടെ ലെയർ ഇരിക്കുന്നത്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.